ദൈവത്തിന്റെ മകൻ ആദാമാണെങ്കിൽ ആദാമിന്റെ സന്ധികൾ ആരാണ്? ദൈവത്തിന്റെ. അങ്ങനെയെങ്കിൽ ആ മക്കൾ മരണഭീതിക്ക് അടിമയായി പാപത്തിന് അടിമയായി തീർന്നപ്പോൾ മക്കൾ ജനത്തോടുകൂടി ആകുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യമല്ല മക്കൾ. അങ്ങനെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കോസുകാരെ ഉദ്ദേശിച്ചല്ല, ബന്ധുക്കോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല, മാത്രം ഉദ്ദേശിച്ച് അല്ല. ആദാമ്യ സന്തതികൾ മുഴുവനും ദൈവത്തിന്റെ മക്കളാണ്. ഉടലവാന വടവലവക്ഷാരം നിറവും തെറവും ഒന്നും ഇവിടെ കാര്യമില്ല. കുപ്പയിൽ കിടക്കുന്നവൻ മുതൽ കുപ്പി മിന്നുന്ന പോലെ ജീവിക്കുന്നവൻ വരെ ഇവിടെ ഒരുപോലെ ഉള്ളൂ. ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവഭക്തന്മാർക്ക് അവകാശമുണ്ട്. അവരെല്ലാവരും ആരാണ്? കുലം, ജാതി, വംശം ആയി ബാബിലോണിന്റെ കോട്ട കെട്ടി നിമ്രോദ് വ്യാപരിച്ച ശക്തി ലോകത്ത് വ്യാപരിച്ചു. അങ്ങനെ ബാബിലോൺ കലക്കത്തിന്റെ ശക്തിയായി തീർന്നു. അങ്ങനെ സകല ജാതികളിലേക്കും മനുഷ്യൻ ചെതിരിപ്പോകത്തക്കവണ്ണം ബാബേൽ കോട്ടയെ ബാബിലോണിന്റെ കലക്കി കളഞ്ഞു. അങ്ങനെ ലോകം മുഴുവൻ മനുഷ്യൻ ചെയ്തു ചെറിപ്പോയി. ഉഷ്ണമേഖല പാർത്തവർ കൂടുതൽ കടന്നുപോയി. എന്നെ പോലെ ആ നീഗ്രോവും മറ്റേവരും മറിച്ചവരും ഒക്കെ അവിടെ എവിടെയായി അവരുടെ ഭൂപ്രകൃതി അനുസരിച്ച്, ശരീരപ്രകൃതി അനുസരിച്ച്, ഭക്ഷണം അനുസരിച്ച്, കാലാവസ്ഥ അനുസരിച്ച് മാറിപ്പോയി. പക്ഷേ ഇവരാരാണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, ഇവരുടെ വായു കൊണ്ട് ഏറ്റു പറഞ്ഞ് ഇവരാരാ? ദൈവത്തിന്റെ മക്കളാ. ഒരുപക്ഷെ നിനക്ക് വേർതിരിച്ചു നിർത്താം, നിനക്ക് വേർതിരിച്ചു നിർത്താം. ജീവൻ ലോകത്തിലിരിക്കുന്നവർ ഭിക്ഷക്കാരനെ പോലും വേർതിരിച്ചു നിർത്തുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ സുഖക്കാരൻ പാവിയുടെ പാപിയായ സുഖക്കാരന്റെ മക്കളുടെ മകനാണ്. ഇവനും അബ്രഹാമിന്റെ മകനാണ്. വ്യക്തമായി ആഗ്രഹം തന്റെ കാര്യം നോക്കിക്കൊണ്ട് യേശു പറയാണ്, മകനെ നിന്റെ ഭാഗവും ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ ഭാഗവും മാറ്റിയിരിക്കുന്നു, നീ അബ്രഹാമിന്റെ സന്തതിയാണ്. അങ്ങനെയെങ്കിൽ പാവിയായ പാവിയായ കുലശ്രേഷ്ഠതയില്ലാത്ത എന്നെയും എന്റെ കുടുംബത്തെയും നോക്കിക്കൊണ്ടൊരു കാലത്ത് നീയും എന്റെ സന്തതിയാണ്. അങ്ങനെ നിങ്ങളെ കുറിച്ച് എന്റെ സന്തതിയാണ്, എന്റെ ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൽപ്പന പ്രാപിച്ച ദൈവമക്കൾ കല കൊടുത്ത് ഉദ്ദേശിച്ചു ആ നോക്കണ്ട. നിങ്ങളെ വായു ഉണ്ടെങ്കിലും ശത്രുക്കൾ നോക്കണ്ടെങ്കിലും അതിന് വെളുത്ത സത്യത്തെ ആരാണ് വെളുപ്പിട്ട് വരട്ടെ. മന്നാവ വർണ്ണിപ്പാരേയുതല്ല എനിക്ക് തേടി വന്നോ ദോഷിയമേ ദോഷിയമേ സ്നേഹം അത് എടുത്തു പാടിക്കാട്ടാണ്. ഇത്ര സ്നേഹം ഉയർവോടു തേനിക്കായി, ഉയർവോടു തേനിക്കാമന്നവ വർണ്ണിപ്പാടേഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാടേഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയ തേടി വന്നു ദോഷിയ. അനേകർ പാപം ചെയ്താൽ, കുലാലന്മാരായി ചേരിപ്പോയാൽ, അനേകർ ദുഃഖിതരായി തീർന്നാൽ, അനേകർ പിന്മാറിപ്പോയാൽ, അനേകർ ദോഷപ്രവൃത്തിക്ക് പോയാൽ ഞാനും
എന്റെ മക്കളും അറിയല്ല, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരാണ് നാം. എന്നാൽ എന്റെ അപ്പൻ അങ്ങനെ പറയാൻ കഴിയത്തില്ല. അവൻ താഴെ നിൽക്കുന്നതുകൊണ്ട് പറയുന്നത് ഇവനും എന്റെ മകനാണ്. എത്ര ദോഷ പ്രവൃത്തി ഉണ്ടെങ്കിലും നിന്നെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന കൊള്ളക്കാരായ വെള്ളത്തൂർ സ്റ്റീവൻ ഉൾപ്പെടെ ഏതെല്ലാം മതമപ്പെട്ട വ്യക്തികളെയും എനിക്ക് മുമ്പായി പൗലോസ് പറയാണ്, ആ പാപികളിൽ ഞാന് ഒന്നാമൻ, അകാല പ്രജയായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് ശ്രാദ്ധത്തോട് ബന്ധമില്ല, വാർത്ത നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട ജോത്സ്യം പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാൻ പോകും. അവനെ സ്നേഹിക്കാൻ ആരുമില്ല. നാളെ അവന്റെ വീട് ഈ കൂട്ടായ്മക്കാരും കാണത്തില്ല, ഈ പ്രസവിക്കുന്ന പാസ് കാണത്തില്ല. അവരൊക്കെ ചില ഡയലോഗുകൾ പറയും. പക്ഷേ സഹോദരി സഹോദര, നിനക്ക് വേണ്ടി വില കൊടുത്തു വരും, നിനക്ക് വേണ്ടി രക്തം ചിന്തി വരും. നിന്റെ ജീവിതത്തെ നടത്തുവാൻ, നിന്റെ ജീവിതം ശൂന്യപ്പെട്ടു പോകുവാൻ അനുവദിക്കില്ല. സന്തോഷം അറിയുന്നു. ഇത്ര മാസം ഉയർവാണ് അവനെ കുരിശിക്കാൻ പറയുമ്പോഴും യേശു അല്ല, ഈ നീചവാദിയെ എനിക്ക് പരമായി സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ക്രൂശിക്കെന്നും ചോദിക്കാവുന്നത്. കാരണം താൻ നിമിത്തം ഒരു വാസ് സ്വാതന്ത്ര്യപ്പെടുന്നെങ്കിൽ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് താല്പര്യപ്പെട്ടവനാണ്. നഗരത്തിലെ കളവും നഗരത്തിലെ മോഷണവും കൊള്ളയും നടത്തി 2 വർഷത്തായി 2 കള്ളന്മാർ കിടക്കുമ്പോൾ താനിനെ അന്ത്യാഭിലാക്ഷം പീലാത്തോസ് ചോദിച്ചപ്പോൾ അന്ത്യാഭിലാക്ഷത്തില് ഈ കള്ളന്മാരുടെ നടുവിൽ എന്നെ കിടത്തരുതെന്ന് പറഞ്ഞില്ല. കാരണം ഈ കള്ളന്മാരുടെ നടുവിൽ കിടക്കുവാൻ താൻ താല്പര്യപ്പെട്ടത് അവർക്ക് വേണ്ടി കൂടിയാണ് താൻ ക്രൂശി ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കള്ളനോട് പറഞ്ഞത്, ചില വലത്തെ കിടക്കുന്ന വലത്തൊന്നും നടത്തുന്നു അവിടെ എഴുതിയിട്ടില്ല. ഒരു കള്ളനോട് പറഞ്ഞത്, താനിപുത്ര നീ രാജ്യം പ്രാപിച്ചപ്പോൾ എന്നെ ചെറുക്കണമെന്ന്. അവരുടെ മഹാഭാവം 1 മിനിറ്റ് കൊണ്ട് ആ പാവി പറഞ്ഞപ്പോൾ അവിടുന്ന് പറയാണ്, ക്രൂശിന്ന് ധ്വനിക്കുന്ന ക്രൂശിയ ധ്വനി ആ പാവിയായ മനുഷ്യനെ അന്നേരം പ്രതിസന്ധിക്ക് ആ ക്രൂശിന്റെ ശക്തി അവരോട് പറഞ്ഞു, മനെ അവിടെ കേട്ടവരെ അവന്റെ സഹവേദനെ പോയി. ആ ക്രൂശി കിടന്നുകൊണ്ട് മകനെ വിളിച്ചപ്പോ, മനെ ഇന്ന് നീ എന്നോടുകൂടെ പരീക്ഷയിലായിരിക്കും, എന്നെ പരീക്ഷയിൽ കൊണ്ടുപോവുക, എന്നെ സ്വസ്ഥ നൽകുക, എനിക്ക് സമാധാനം നൽകുക, മടങ്ങി വിളിക്കുക. ദൈവം എനിക്ക് നൽകിയ കൃപയുടെ ഓർത്ത് സ്തോത്രം. ദൈവമേ, രോഗമല്ല, ഫിസിക്കലി മരണമല്ല നമ്മുടെ ഭയം. ജനങ്ങൾ ഫിസിക്കലി ഭയമാണ്, മരണമാണ് ഭയം. ഫിസിക്കലി മരണമല്ല. ഒരു പെന്തക്കോസുകാരൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ഒരു ദൈവജൻ മരണത്തെ, ശാരീരിക മരണത്തെ ഭയപ്പെടുന്നില്ല. കാരണം അവനൊരു പ്രത്യാശുദ്ധേശമുള്ള അവന്റെ അപ്പന്റെ ഭവനത്തിൽ പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഞാനും ആ താല്പര്യത്തോടുകൂടി ദൈവസ്ഥലായിരിക്കുന്നു. പലപ്പോഴും ക്ഷീണമുണ്ടാകുമ്പോൾ, ബോധ്യത വരാതിരിക്കുമ്പോൾ ഭയം വരും. നാം ബോധ്യതയോടൊപ്പോൾ ഒരു ഭക്തനെ ധരിക്കാൻ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ്
തലേദിവസം ക്രൂശിക്കപ്പെടുവാനായിട്ട്, തലേദിവസം കരുതി ക്രൂശിക്കപ്പെടുവാനായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ബന്ധിക്കപ്പെട്ടവരായി കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ആ സമാധാനം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ആ സമാധാനത്തിന് വേണ്ടി ഞാൻ കാണിച്ചില്ല. അതാണ് ക്രൂശിത സമാധാനം. ദൈവങ്ങളെ, ഇന്ന് ഒരു പ്രിയസൗകര്യം വന്നപ്പോ പറഞ്ഞു അനേക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവരുമായിട്ട് ധാരാളം സംസാരിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ ധാരാളം ഷെയർ ചെയ്തു. അവർക്ക് വളരെ ചൈതന്യമുണ്ടായി. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഷ്ടമുള്ള നടുവിലൂടെ ആയിരുന്നെങ്കിലും എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ എന്റെ കഷ്ടത മുഴുവൻ മാറിപ്പോകും. എനിക്ക് ആരാധിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല കഷ്ടതയുള്ളൂ, നമുക്ക് വരുന്ന എല്ലാ കഷ്ടതകളും നീതിമാന്യ അനർത്ഥങ്ങൾ, അനേക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തില് ഉണ്ടാകും. ഈ പ്രശ്നങ്ങളിലും കഷ്ടങ്ങളിലും നിന്ദയിലും പരിഹാസങ്ങളിലും തെറ്റിദ്ധാരണയിലും ഒറ്റപ്പെടുത്തുന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും. നമ്മൾ നല്ലവരാണെങ്കിലും മറ്റുള്ളവർക്കൊന്നും നമ്മെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതവരെന്ന് ചിത്രീകരിച്ച് അവിടെ നമ്മെ കുറിച്ച് ആക്ഷേപം ഉണ്ടാവും. ഇതൊക്കെ പത്രോസിന്റെ പറയുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴും ആരോടും പുറമ്പാതെ ക്രൂശിനെ നോക്കി ചിരിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഭാവികളാൽ തനിക്ക് അത് ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിക്കുന്ന, തനിക്ക് നേരിട്ടുള്ള ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചോളം നോ കംപ്ലൈന്റ്. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും അവൻ ആഹ്ലാദഭരിതനായി. എനിക്ക് ഓർമ്മയുണ്ട്, കൊന്നപ്പാറ ചർച്ചോളിലെ മെമ്പറായിരിക്കുമ്പോൾ അന്ന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ചാക്കോ എന്ന് പറയുന്ന ഒരു സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹം വളരെ ശക്തമായ നിലയിൽ ചർച്ചോളിന്റെ അന്നത്തെ സെൻട്രൽ PC എന്നോ ഏതോ ഞങ്ങൾ അദ്ദേഹത്തിന് അമരനാമം കൊടുക്കാറുണ്ട്. കാരണം മൈക്കില്ല സംസാരിക്കുക. അതുകൊണ്ട് മൈക്ക് മത്തായി അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസർ വന്നിട്ട് മരുന്ന് ചെയ്യാതെ ഈ ബ്രസ്റ്റിന്റെ ഈ ഭാഗമെല്ലാം ദ്രവിച്ചു പോയിട്ട് പഴുത്തു പോയിട്ട് അസ്ഥികൾ വാരിയൽ കാണാവുന്ന സ്ഥിതിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഞങ്ങളുടെ അമ്മ ഉൾപ്പെടെ കടന്നുപോയിട്ട് മടങ്ങി വന്ന് പറഞ്ഞ കാര്യം, ഒരു നേതൃത്വം ദേഹത്തെ തുറത്ത് മറിച്ചിട്ടിട്ട് പറയുകയാണ്, സഹോദരിമാരെ ഒന്ന് കാണിച്ചു, തന്റെ അസ്ഥികൾ എല്ലാം കാണിച്ചു, ആ ദ്വാരമെല്ലാം കാണിച്ചിട്ട് പറയുകയാണ്, എന്റെ സഹോദരിമാരെ എനിക്കൊരു വേദനയുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല. എന്റെ കർത്താവ് കഴിഞ്ഞ രാത്രി എന്റെ ഇടയ്ക്ക് വന്നു. ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇനി ചില ദിവസങ്ങളിലൂടെ ഉള്ളിൽ കഷ്ടത്തിൽ പ്രയോഗിക്കപ്പെടുവാൻ എന്റെ കർത്താവിന്റെ സന്നിധി പോകാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ അനുഭവം എന്റെ കാലുകളിൽ നിന്ന് മുടങ്ങുമ്പോൾ ഇങ്ങനെ എത്ര സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സാക്ഷ്യങ്ങൾ, ആ വിശുദ്ധ വീരന്മാരൊക്കെയും അവർ അനുഭവിച്ച കഷ്ടങ്ങൾ അവർക്ക് സാരമില്ല. കാരണം എന്താണെന്ന് അറിയുമോ, നമ്മിൽ വെളിപ്പെടുവാൻ യേശു വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം, ഈ കാലത്തിലെ കഷ്ടം പ്രശ്നം വരുമ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ, മരണഭയത്തിന്റെ അനുഭവങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ധൈര്യത്തോട് നിന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാൻ ചിലപ്പോ നമ്മളെ സഹയാളി നമ്മെ വിട്ടുപോയിരിക്കും, കൂട്ടാളി നമ്മളെ വിട്ടുപോയിരിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോയിരിക്കും, നാം ഒറ്റപ്പെട്ടവർ നമ്മെ സഹായിക്കാൻ ആരുമില്ലായിരിക്കും. പക്ഷേ എന്റെ സഹായത്തിന് വേണ്ടി മക്കൾ ജനത്തോടുകൂടി അറിയാൻ, ആദാമ്യസന്ധി ജനത്തോടുകൂടി അറിയാൻ, അവരെ പോലെ ജനത്തോടുകൂടി വരുന്നെങ്കിൽ നമ്മളോട് താതാത്മ്യം പ്രാപിപ്പാൻ കടന്നു വരുന്ന പുരുഷന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിപ്പമാണ്. ആ വലിപ്പം ചിന്തിക്കുന്നവരുടെ ആ ഹോസ്പിറ്റലിന്റെ സൂചി മാറാതെ 1 മണിക്കൂർ നിന്ന് ഇറങ്ങിക്കൊണ്ടായിരുന്നു. ചിലപ്പോൾ ദൈവം നിർത്തിക്കളയുമോ എന്ന് അറിയത്തില്ല. നിങ്ങളെ കുഴപ്പക്കാരാണ്. ഞാൻ ഏതായാലും സമയമാകുമ്പോൾ നിർത്തിയേക്കാം. അങ്ങനെയെങ്കിൽ അത് നമ്മെ മറ്റുള്ളവരോട് താതാത്മ്യപ്പെടുന്നു. ദൈവങ്ങൾ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരോട് ദുഃഖവും വേദനയും സഹിക്കുന്നവരോട് താതാത്മ്യപ്പെടണം. പാലിയേറ്റീവ് കെയർ റൂമുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, വ്യക്തികളുടെ ഗ്രൂപ്പുകളുണ്ട്, അവരുടെ പ്രത്യേക പരിപാലനങ്ങളുണ്ട്. പണ്ട് പ്രദോഷകാരായ ദൈവമക്കൾ രോഗങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്ന ജീവിതങ്ങളെ വിട്ടുമാറത്തില്ല. അവരവിടെയൊക്കെ ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കും. ഇന്ന് അലക്കൊഴിഞ്ഞിട്ട് രാമേശ്വരത്ത് പോകാൻ വയ്യാലോ എന്ന് പറയുന്ന പോലെ ടിവിയുടെ മുമ്പിൽ നിന്നും പിന്നീട് മറ്റു കാര്യത്തിൽ നിന്നും ഇപ്പൊ പിന്നെ കൊറോണയുടെ കാര്യമായതുകൊണ്ട് പിന്നെ വീടുകളിൽ ചെല്ലണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും
ഒരു രോഗിയെ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത മിക്കൊരു ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, എന്നെയും ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. സ്വതന്ത്രം കാണുമെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുത്തരെയും ചെന്ന് കാണാൻ. പണ്ട് വാർദ്ധക്യത്തിലെത്തവർ, ദുഃഖമുള്ളവർ, വേദന സഹിക്കുന്നവര്, എത്ര ജോലിത്തിരക്കുള്ള സൗരീശ്വരന്മാരായാലും മാതാക്കൾ അവര് ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പോയി അവരുടെ കൂട്ടായ്മയുള്ളവരെ മറ്റുള്ളവരെ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവങ്ങളുടെ ഒരു കൂട്ടം പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ടായിരുന്നു. അതിന്റെ രൂപരേഖ മാറി എപ്പിസ്കോപ്പൽ സഭയേക്കാൾ കഷ്ടമായി, ജാതികൾക്ക് തുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് ഓർത്ത് ഞാൻ വേദന കൊണ്ട് പുളയുകയാണ്. ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുവാൻ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവാൻ, വേദന സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, പാടുകളോട് ത്യാഗായ്മപ്പെടുവാൻ, ഒറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരിൽ തന്നെ ഉണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ട്, ഭാര്യ മരിച്ചു പോയി, കുഞ്ഞുങ്ങൾ വിവിധ സ്ഥലത്താണ്. ഒറ്റയ്ക്കിരിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരിമാരുണ്ട്. കുഞ്ഞുങ്ങൾ വിവിധ സ്ഥലത്താണ്, ഒറ്റയ്ക്ക് വീട്ടിൽ. അവരെ നിങ്ങൾ തള്ളിക്കളയരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. അതേ, ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ സെൽഫോൺ ഉണ്ടല്ലോ. ഇപ്പൊ പോരായെങ്കിൽ ഓടാ ഫോണിന്റെ ഒന്നോ മറ്റു ഫോണിനൊക്കെ ഇപ്പം നിസാരമൊക്കെ ഇട്ടാൽ ധാരാളം വിളിക്കാം. ഒന്ന് ഇപ്പൊ എന്റെ ലോകത്ത് ഉറങ്ങുന്ന പാർട്ടികളുണ്ടല്ലോ, ഒരു നല്ല നല്ല ഉറച്ച അല്ലടിയാണെന്ന് പറഞ്ഞാൽ അപ്പോ അവിടെ ചെവിലോട്ട് കയറും. നല്ലല്ലേ പറഞ്ഞാട്ടെ. മാസ്റ്റേഴ്സിലേക്ക് ഇരിക്കുമ്പോൾ പാസ്മാരിൽ ഒരാൾ പോകും, പുള്ളിയെ കഴിച്ചിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. ഞാനും മോഹനാൻ പറഞ്ഞു. നമ്മള് കൂട്ടായ്മ കുടുംബമാണ്, കാരണം ഉണർത്തിയിരുത്തേണ്ട ചുമതലയാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മള് ദീനരെയും ദുഃഖരെയും ഒറ്റപ്പെട്ടിരിക്കുന്നവരെയും സഹോദരിമാരായും രോഗികളായും നാം ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ മുറിവിലേക്ക് എത്തുകയും അവർക്ക് വേണ്ടതൊക്കെയും കൊടുക്കുകയും ചെയ്യുവാനും, ഒന്നുകിൽ നിങ്ങൾ കൊടുക്കാറില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിന്റെ ഓഹരി ആയാലും അവരുടെ ബുദ്ധിമുട്ടുള്ള കഴിവ് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമൊക്കെ ഈ ദിവസങ്ങളിൽ സഭയിൽ ഉണ്ടാകട്ടെ. പാസ്റ്റർമാരെ മാത്രമല്ല, എനിക്ക് ഉള്ള വിപത്ത് വന്നപ്പോ എന്റെ ദൈവമക്കളൊക്കെ സഹായിച്ചു. എനിക്ക് അറിവുകളും തരും. പാസ്റ്റർമാരെ മാത്രമല്ല, സകലതയിലും ദുഃഖിതരുമായ പെന്തക്കോസ്തുകാരെ മാത്രമല്ല, നിന്റെ ചുറ്റുപാടുകളിലും ആയുധത്തിന്റെ തെരുവിലും നമ്മുടെ സൗരന്മാരിൽ ചില എനിക്കറിയാം. ഈ ദിവസങ്ങളിൽ ചില യൗവനക്കാർ വീട്ടിൽ നിന്ന് പൊതി കെട്ടി ചെറിയ പൊതികൾ ഉണ്ടാക്കി 10-50 പൊതികൾ പട്ടണത്തിൽ കൊണ്ടുവന്ന് അവിടെ വാഹനത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സൗരന്മാരെ എനിക്കറിയാം. ഈ ആശുപത്രി സ്ഥിരം ഈ അടുത്ത കാലം വരെ കഞ്ഞി കൊടുക്കുന്ന ഒരു സഹോദരൻ, മൂന്നാമത്തെ സഭയിൽ എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു, പാലത്തെ തങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അനേകർക്ക് അതൊരു ഇവിടുത്തെ കുന്നിലെ അധ്യാപകരായിരുന്ന ചിലവര്, കുന്നിൽ ഹൈസ്കൂളിലെ അധ്യാപകരായിരുന്ന ചില അധ്യാപകര് ഇവിടെ രാവിലെ ഉച്ചയ്ക്കോ ഒക്കെ ചില പൊതികൾ കെട്ടി ആ ദരിദ്രരായ ആളുകൾ കൊണ്ടുകൊടുക്കും. ഈ മക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ, നിങ്ങൾ ഭാരം അനുഭവിക്കുമ്പോ സറാഫാത്തിലെ വിധവയോട് ദശാംശം വാങ്ങിച്ചവനാണ് നിന്റെ ദൈവം. സറാഫാത്തിലെ വിധവ ഒരു ചെറിയ അപ്പം നിന്ന് വെച്ച് തന്റെ മോനും കൂടെ അല്പം കൊടുത്തിട്ട് ചാകാനിരുന്നവളാണ്. പറഞ്ഞാല് ചാകാൻ അവിടെ മരുഭൂമിയിൽ ഒരു പ്രയാസമില്ല. വെള്ളം കുടിക്കാതെ 1/2 മണിക്കൂർ 1 മണിക്കൂർ മരുഭൂമി കൂടെ യാത്ര ചെയ്താൽ മതി, നാക്ക് വെച്ച് ചാവും. ഇപ്പൊ മരുഭൂമി ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, നിങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വിധവ പെണ്ണുള്ള ആ കുഞ്ഞിന് അവസാനത്ത് ഒടുക്കണത് അപ്പം കൊടുത്ത് ഒടുക്കി കളവാൻ ഒരുപക്ഷെ അമ്മമാർ ദൂരെ ഇട്ടിട്ട് ആ ദേഹത്ത് കിടന്ന് കുഞ്ഞ് മരിക്കത്തക്കവണ്ണം ഹഗാറിനെ പോലെ തള്ളിക്കളഞ്ഞ് മരിക്കുവാൻ മണ്ണത്ത് കണ്ട് ഒടുക്കലത്തെ കുലച്ചോറ് കഴിക്കുവാൻ കൊടുത്ത് കഴിച്ച് കുലച്ചോറെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോടതി വിധിച്ച് തൂക്കം പിടിച്ചാൽ വിധിക്കപ്പെടുന്നവർക്ക് അവസാനം വരെ കുളിപ്പിച്ച്, പ്രഭാതത്ത് കുളിപ്പിച്ച് അവർക്ക് വേണ്ടതായ എല്ലാ വിഭവങ്ങളും ചോദ്യ വിഭവം കൂട്ടി പ്രശ്നം കൊടുക്കും. കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പോ പട്ടാളക്കാർ പറയും, അല്ലെങ്കിൽ പോലീസുകാർ പറയും, നിങ്ങൾ വയർ നിറച്ച് കഴിക്കണം, വേദന അറിയാതിരിക്കണമെങ്കിൽ വയറ് നിറച്ച് കഴിക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൈവങ്ങൾ അങ്ങനെ കുലച്ചോറ് കൊടുത്ത് കുഞ്ഞിന് കൊടുത്തിട്ട് അവള് അല്പം കഴിച്ചിട്ട് അവസാനമായി
തന്റെ ജീവൻ കൊടുക്കുവാനിരിക്കുന്ന ആ വിധവയുടെ അടുക്കൽ ചെന്ന് ഏരിയായി അടച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ അതിൽ ഒരു അല്പം കൊണ്ടുവരാൻ ഒരു പട്ടിണി നടക്കുന്ന സോദരിയായിരിക്കാം, നീയും നിന്റെ ഓഹരിയുടെ ഒരു ഭാഗമെടുത്ത് സാധുക്കളുടെ കണ്ണിന് വേണ്ടി കൊടുത്താൽ നീ കൊടുക്കുന്ന മാത്രമേ തന്നെ നിന്റെ ഉറവ ദൈവം തുറക്കും. അപ്പോൾ നിന്റെ കേന്ദ്രമായും കലശത്തിന്റെ രണ്ടും തുറക്കുവാൻ വേണ്ടിയാവും. പ്രവാചകന് അവിടെ കലത്തിലും കലശത്തിലും ഓരോ വരുത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്പം കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചായം കിടക്കുന്ന കൊലച്ചോരും അല്പം കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായ ഒരു കൈ എടുത്തിട്ടാണ് എല്ലാത്തിനും അല്ലെങ്കിലാ പറയാൻ പറഞ്ഞില്ല. ഞാൻ കൊലയുടെ കാര്യമൊക്കെ കൈ വെട്ടി അറിയാൻ മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ഓഹരി മറ്റുള്ളവർ കൊടുക്കുന്ന നിലയിൽ മറ്റുള്ളവർ കൊടുത്ത് ആദായപ്പെടണം. മക്കൾ ജനത്തോടുകൂടി അറിയാം അവനും അവരെ പോലെ. രണ്ടാമത്തെ വാക്യം നിങ്ങൾ ക്ഷീണിച്ചോ? ക്ഷീണിച്ച് പഠിത്തമുകാരിക്കാനുള്ള കാര്യമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷീണിച്ചോ? ഒന്ന് വായിച്ച് എല്ലാവരും വേദോസ്വരം നോക്കി. അപ്പൊ നിങ്ങൾ ഉറങ്ങത്തില്ല. കണ്ണ് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം വായിച്ചാണ്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ആ സൗകര്യം ഞങ്ങളുടെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു സൗകര്യമാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സൗകര്യമാണ്. പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സൗകര്യമാണ്. കൺവെൻഷൻ പ്രസംഗിക്കും, കാത്തിരിക്കുകയും സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ അവര് ചതുവോട് കൂടുന്ന സൗകര്യം. ഇവിടെ വന്ന് തൽക്കാലമായിട്ട് ആരാധിക്കാതെ അടങ്ങില്ലാന്നുകൊണ്ട് വന്നുകൂടിയപ്പോൾ അവർ വാക്യം വായിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വായിച്ചുകൂടെ? നിങ്ങൾക്ക് അവകാശമില്ലേ? കണ്ണ് കാണുന്നില്ലേ? കണ്ണിന്റെ ദശാംശം ദൈവത്തിൽ കൊടുക്കട്ടെ. വായിച്ച് 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 ആരും വായിച്ചോട്ടെ. സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ അവൻ ദൈവരൂപത്തിൽ ദൈവത്തോട് സാക്ഷ്യം വായിച്ചു. എത്രാം വാക്യം പോലാ? 6-ാം വാക്യം പോലെ വായിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ആ ക്രൂശിലെ സ്നേഹത്തിന് വലിപ്പമുണ്ട്. ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ തുല്യ സിംഹാസനത്തിലിരിക്കെ തുല്യ സിംഹാസനത്തിലായി അവൾ ഏകത്വമായിരിക്കുമ്പോൾ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസനവും കൊടുത്ത് ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കും മറ്റുള്ളവരുടെ ഉന്നമനത്തിനും വേണ്ടി സഹനശക്തിയോട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെ കുടുംബപ്രശ്നം ഉണ്ടാവും? മരുമോനോട് ക്ഷമിക്കാൻ, മരുമോനോട് ക്ഷമിക്കാൻ, അമ്മായിയപ്പനോട് ക്ഷമിക്കാൻ, അമ്മായിയമ്മയോട് ക്ഷമിക്കാൻ, സഹോദരങ്ങളോട് ക്ഷമിക്കാൻ, ജ്യേഷ്ഠ സഹോദരനോട് ക്ഷമിക്കാൻ, ഇളയ സഹോദരനോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ക്ഷമയുമായി ദൈവം തന്നെ പതിന് വിട്ട് ദാസരൂപം എടുത്തു വരുന്ന യേശുവിന്റെ ക്രൂശിനെ സ്നേഹം. അവൻ ദൈവരൂപത്തിലേക്ക് എന്നോട് പറഞ്ഞു ഈ ക്രൂശിനെ കുറിച്ച് അവിടുത്തെ ക്രൂശിനെ കുറിച്ച് പറയാനായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പാൽ നിന്നോട് വന്ന് പറയുന്നത്. വായിച്ചു. മനുഷ്യ സാഹചര്യത്തിലായി ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുള്ളത് എന്റെ യേശുവിന്റെ ക്രൂശിനെ ഓർമ്മിക്കുന്നതാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് കരഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ സംസാരിക്കാൻ കഴിയുന്ന പക്ഷേ എന്റെ ഉള്ളിൽ നൂറുകയാണ്. ദൈവത്തോട് സ്വന്തം ലഭിക്കാതെ ദാസരൂപം എടുത്ത് ദേശത്തെ മനുഷ്യനായി നാം തുല്യനായി അടുത്ത തന്നെത്താൻ അവോയ്ഡ് ചെയ്തു ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാഗം വരുന്നില്ല. വരൂ ഞാൻ ആരുമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അമ്മയാണ്, നിങ്ങൾ അപ്പനാണ്, സഹോദരങ്ങളാണ്, ഞാൻ പിതാവാണ് എന്നൊക്കെ ചിന്ത വന്നാൽ ചിലപ്പോൾ ശാസിക്കാനും വഴക്കുണ്ടാക്കാനും അടിക്കാനും തോന്നും. ചിലപ്പോൾ അടിക്കാതിരിക്കാൻ തോന്നുന്നത് തന്നെത്താൻ ഒഴിക്കുന്നത് ഞാൻ ആരും അംഗീകരിക്കും. അല്പസമയം കർത്താവിന് വേണ്ടി ഒതുങ്ങി കൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാകും. അടുത്താഴ്ച വെള്ളപ്പൊക്കം കുടുംബത്തിൽ നിന്ന് ഒഴിവാകും, ദേശത്ത് നിന്ന് ഒഴിവാകും. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം ഇത്രമാ താഴ്മ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുസരണ ബോധമുണ്ടോ? എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതി. അവിടെ പിന്നെ കീഴ്വഴക്കമില്ല, അനുസരണമില്ല, വിമർശനം, കീഴ്വഴക്കമില്ല. പക്ഷേ
അനുസരണ ബോധമുള്ളവരായിരിക്കുന്നു. യേശു ക്രൂശിലെ മരണത്തോളം അനുസരണം എവിടെ പിതാവിനെ അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ചു. പിതാവ് വിധിച്ചത് അങ്ങനെയാണ്. അവൻ ഇസ്ഹാക്കിന്റെ സ്വഭാവവും അതുപോലെയായിരുന്നു. തന്റെ മകനെ യാഗപീഠത്തിൽ വെക്കുമ്പോൾ അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആ അനുസരണം പിതാവായ ദൈവം കണ്ടപ്പോൾ അതേ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നിഴലായിരുന്നു ഇസ്ഹാക്ക് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളതായി തീർന്നു. ഇത്രയും കാര്യങ്ങൾ യേശു ക്രിസ്തു ചെയ്ത് എന്തിന്? ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു ചെയ്ത് എന്തിന്? ഇത്രയും കാര്യങ്ങൾ ചെയ്തത് മക്കൾ ജനത്തോടുകൂടിയാണ്. ഇവനും അബ്രഹാമിന്റെ സന്ധിയിലുള്ളവരാകുകയാണ്. അവരെ പോലെ അവരെ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. ജീവപര്യന്തം മരണഭീതി. എനിക്കിതിന്റെ ഓരോ വേള വ്യാഖ്യാനിക്കാനുണ്ട്. ജീവപര്യന്തം മരണഭീതി. ഈ മരണഭീതി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ നിർത്തി. മരണഭീതി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ള മരണഭീതി അല്ല. ഫിസിക്കലി ഉള്ള മരണഭീതി ഒരു ദൈവനിഷ്ഠ ആദ്യം തന്നെ മാറിപ്പോണം. അതിനുപരി അഗ്നിനരകത്തിന് മരണം. ഒരു ദുഷ്ടതയെ തേടി കഴിക്കുന്ന രണ്ട് മരണമാണ്. ഒന്ന് ഫിസിക്കലി ഉള്ള മരണവും തീപ്പൊഴിയിൽ വീഴുന്ന രണ്ടാം മരണവും. എന്നാൽ ഒരു ഭക്തനെ ഒരുപക്ഷെ തേടിയിരിക്കുന്നത് ഫിസിക്കലി മരണം ഉണ്ടാകാം. ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വരവാകുന്നെങ്കിൽ മുഖാമുഖം ദേശത്തോടുകൂടെ രൂപാന്തരപ്പെടാം. എന്നാൽ ഫിസിക്കലി മരണം, ക്രൂശിലെ മരണം, ശാരീരിക മരണം ഇല്ലാതിന്റെ ഫലം ഇല്ലാതാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രത്യാശ വർദ്ധിക്കുമ്പോൾ ഇല്ലാതാവും. അതിനെക്കുറിച്ചാണ് ഞാൻ പല ഉദാഹരണം പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ പ്രത്യാശ ഇല്ലാതെ, അതുകൊണ്ടാണ് വ്യത്യാസ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ആകാതിരിക്കാൻ ഈ വചനം ശ്രദ്ധിക്കുവാനായിട്ട് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തും. പ്രത്യാശയില്ലാത്തവര് ചില വീടുകളിൽ, പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ തന്നെ ഇതുപോലുള്ള പ്രസംഗങ്ങൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും. അങ്ങോട്ട് ചെല്ലുമ്പം പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഒറ്റ അടി നെഞ്ചത്തടിച്ചിട്ട് നമുക്ക് പറയാറുണ്ട്, എന്റെ പാസ്റ്റേ, ഇതിനാണോ ഞാൻ വിശ്വാസത്തിൽ വന്നത്? ഇതിനാണോ ഞാൻ പ്രാർത്ഥിച്ചത്? ഞാനോ ഒരിക്കൽ ഒരു സഹോദരി നെഞ്ചത്തടിച്ചിട്ട്, ഇതിനാണോ ഞാൻ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഞാനത് സത്യമായി. ഞാൻ അടുത്ത് നിന്ന് സഹോദരൻ പറഞ്ഞ് പാട്ട് പാടി ദൈവത്തെ ശ്രദ്ധിക്കാൻ, പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് ബലപ്പെടുത്തിട്ട് ശക്തമായ നിലയിൽ ആശ്വാസത്തിന് വചനം പറഞ്ഞുകൊണ്ട് ദൈവങ്ങളെ ഫിസിക്കലിയുള്ള മരണങ്ങൾ സംഭവിക്കാം. എനിക്ക് എന്റെ ശരീരത്തിൽ സംഭവിക്കാം. വിമിഷ്ടങ്ങളായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനെ നാം ഭയപ്പെടേണ്ട. മരണയോർത്താൻ ഭയപ്പെടുന്നതാണ് മരണഭീതി. നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കലിലുള്ള മരണത്തിന്റെ ഭീതി നമ്മുടെ ജീവിതത്തിൽ മാറുന്നത് ക്രൂശിലെ മരണമാണ്. രണ്ടാമത് അഗ്നിനരകത്തിൽ നിന്നുള്ള നിത്യമായ മരണത്തിൽ നിന്നും ജീവപര്യന്തം മരണഭീതിയിൽ നിന്നും. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യമാണ്. ഒന്ന് ശാരീരിക മരണത്തിൽ നിന്നും, രണ്ട് നിന്റെ നിത്യമരണത്തിൽ നിന്നും ഉള്ള പൂർണ്ണമായ വിടുതൽ യേശു ക്രിസ്തു തടയുന്നതിന് നമ്മുടെ സകല മരണത്തിന്റെ ശക്തിയെയും മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ സകല പ്രവൃത്തികളായി കീഴ്പ്പെടുത്തുന്നത് തന്റെ ശരീരത്തെ സകലവും ഒഴിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിന്റെ കാണുന്ന കാണുന്ന പ്രാണനാഥൻ, പ്രാണനാഥൻ എന്റെ ചാവുന്നു. ചാവുന്നു പാപത്തെ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തിൻ
ഓ ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനീ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ആ ക്രൂശിന്റെ ചോട്ടിൽ നമിച്ചുകൊണ്ട് സമ്പൂർണമായി സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ക്രൂശിനെ പലപ്പോഴും ധ്യാനിപ്പാൻ കഴിയാതെ ക്രൂശിന് മഹത്വം ഓർപ്പിക്കുക. പലപ്പോഴും ഭയമുള്ളവരായി, ഭീതിയുള്ളവരായി, മരണത്തിന്റെ ഭീതിയിൽ മരണത്താൽ പരവശരായി ഹൃദയത്തിന്റെ അന്തർഭാഗത്തായി തീരുമെങ്കിൽ, ഞാൻ ക്രൂശിനെ വിട്ട് പലപ്പോഴും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ക്രൂശിനെ ധ്യാനിപ്പാൻ കഴിഞ്ഞില്ല, ക്രൂശിന്റെ മഹത്വത്തിന്റെ ധൈര്യം എന്നിൽ ഏറ്റെടുത്തില്ലെങ്കിൽ, ഇന്ന് പലകാലം ആ ക്രൂശിന്റെ ചോട്ടിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? എല്ലാവരും അതിന് താല്പര്യമുള്ള തങ്ങളുടെ കരമുയർത്തി അല്പസമയം ആ വാക്കുകൾ അല്പസമയം ക്രൂശിന്റെ കാണുന്ന ക്രൂശിന്റെ കാണുന്ന ദാരിദാ പ്രാണനാഥൻ പ്രാണനാഥൻ എന്നെ പ്രാണ. ഹല്ലേലൂയ ഹല്ലേലൂയ. യെസ്. എന്റെ കാഴ്ച പാപത്തെ സ്നേഹിപ്പാൻ ഓ ഞാനിനി പോകുമോ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ ദൈവത്തിൽ പൈതലായി ജീവിക്കും ഞാനിനി. ഓ ദൈവത്തിൽ പൈതലായി